തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് ഭീകരൻ ഉൾപ്പെടെ തന്നെ 6 ഭീകരരെ വധിച്ചു സുരക്ഷാ സേന. ഭാരതം മാവോയിസ്റ്റ് മുക്തിയിലേക്ക് എത്തുന്നതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. 2026 മാർച്ച് മാസത്തോടു കൂടി തന്നെ ഏറ്റവും കൂടുതൽ രാജ്യത്ത് അവിടെ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തുടച്ചു മാറ്റുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരക്ഷാ സേന അടക്കം ഇപ്പോൾ കാര്യക്ഷമമായി തന്നെ ഭീകരർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഇതിനിടയിൽ തന്നെ പകുതിയിലേറെ ഭീകരരാകട്ടെ ആയുധം താഴെ വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൊല്ലപ്പെട്ടവരിൽ CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഗണേഷ് ഉനൈക്കും ഉൾപ്പെട്ടിട്ടുണ്ട്. റംഭ വനം മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിനിടയിലാണ് ഇവരെ വധിച്ചതെന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒഡീഷയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആളുകൂടെയാണ് ഇപ്പോൾ ഈ ഗണേഷ് എന്ന വ്യക്തി. 1 കോടി രൂപയ്ക്ക് അതിലേറെ തന്നെ, അതായത് 1.1 കോടി രൂപ ഇയാളുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നക്സലിസം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ വലിയൊരു ഘട്ടമെന്ന നിലയിൽ തന്നെ ഈ ഓപ്പറേഷനെ കണക്കാക്കപ്പെടുന്നതായി തന്നെ അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒഡീഷ നക്സലിസത്തിൽ നിന്ന് പൂർണ്ണമായും തന്നെ സ്വതന്ത്രമാകാൻ ഒരു പിടി മാത്രം അകലെയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 2026 മാർച്ച് 31-നകം തന്നെ നക്സലിസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുപോലെ ഒഡീഷയിലെ കർമ്മധൽ ഘഞ്ചം ജില്ലയുടെ അതിർത്തിയിലുള്ള റാംബ വന മേഖലയിലായിരുന്നു മാവോയിസ്റ്റ് സാന്നിധ്യം സുരക്ഷാ സേന തിരിച്ചറിഞ്ഞത്. മേഖലയിൽ ഇന്നലെ രാവിലെ തന്നെ 9 മണിയോടുകൂടി സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടയിൽ മാവോയിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഗണേഷ് ഉനൈക്കും 2 വനിതകളും ഉൾപ്പെടുന്ന 6 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചത്. സ്ഥലത്തു നിന്നും അത്യാധുനിക ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. തെലങ്കാനയിലെ നൽഗോട്ടയിൽ നിന്നുള്ള കഴിഞ്ഞ 40 വർഷമായി തന്നെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ ഭീകരനാകട്ടെ മാവോയിസ്റ്റ് പ്രസ്ഥാനം അതിന് കിഴക്കൻ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നതായി തന്നെ സൂചനകൾ പുറത്തു വരുന്നു. അടുത്തിടെ തന്നെ ഒട്ടേറെ മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കൾ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ അവിടെ വധിക്കപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ ആയുധങ്ങളുമായി കീഴടങ്ങുകയും ചെയ്തു. അതേസമയം പരമ്പരാഗത മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നയിച്ചു വന്ന ഗണേഷ് ഉനൈക്കിയുടെ മരണത്തോടെ തന്നെ സംസ്ഥാനത്തെ മാവോയിസ്റ്റ് സാന്നിധ്യത്തിന് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിനോടായി തന്നെ സുരക്ഷാ സേന പ്രതികരിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ മാവോയിസ്റ്റുകൾക്കെതിരെ നടന്ന പ്രധാന ഓപ്പറേഷനുകളിൽ ഒന്നുകൂടിയാണിത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടെ തന്നെ 6 പേരെ അവിടെ നിർവീര്യമാക്കാൻ പോലീസിന് സാധിച്ചത് അത് വലിയ വിജയമാണ് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷനിൽ പങ്കെടുത്ത സുരക്ഷാ സേനാ അംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള നന്ദി അറിയിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ 22 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരം ഒരു വലിയ ഓപ്പറേഷൻ അവിടെ നടത്തിയിരിക്കുന്നത്. അത് വലിയ വൻ വിജയമായി അവിടെ നേരിട്ട് കാണാൻ സാധിക്കുകയും അത് വലിയൊരു മാവോയിസ്റ്റ് വേട്ടയെന്ന് തന്നെ അവിടെ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.